Watch full episodes on Jio Hotstar. ബുള്ളറ്റ് ട്രെയിൻ ബോംബ് വെച്ച് തകർക്കാനുള്ള എന്റെ പ്ലാൻ ഫ്ലോപ്പ് ആയിപ്പോയി ബോസ്. പക്ഷെ നിങ്ങൾ കാണുന്ന ഈ അടിപൊളി ഹോട്ടൽ ഞാൻ ബോംബ് വെച്ച് തകർക്കാൻ പോവുകയാ. ടോട്ടൽ മുംബൈ ഒന്ന് ഞെട്ടും, ഇടി വീണതുപോലെ ഉണ്ടാവും. എടെല്ലാം പോ, ഇപ്രാവശ്യം ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല, മനസ്സിലായല്ലോ? എനിക്ക് ടോട്ടൽ മുംബൈയും ബോംബ് ബ്ലാസ്റ്റ് വെച്ച് തകർക്കണമെന്ന് ഒരു കോൺട്രാക്ട് കിട്ടിയിരിക്കുകയാണ്. ഈ മുന്നാമിർച്ചി ഒരിക്കലും ഫെയിൽ ആവില്ല. ഷടാ ബോസ്, ഈ പ്രാവശ്യം ഞാൻ ഒരിക്കലും ഫെയിൽ ആവില്ല. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക ബോസേ. വീണ്ടും എനിക്കൊരു ചാൻസ് തരണം ബോസേ. ഞാനിപ്പോ കോട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടേച്ച് വന്നേക്കാം. ഇത് കണ്ടോ ടൈമർ പോലും ഞാൻ ഓൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എവിടെങ്കിലും ചെന്നിരുന്നിട്ട് ഈ കോട്ട ഊരി വെക്കും. അതവിടെ വെച്ചിട്ട് ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോവുകയും ചെയ്യും. പിന്നീട് ഈ ഹോട്ടൽ ഇടി വീണ പോലുണ്ടാവും. ഇവന്മാർ രണ്ടുപേരും ഷക്കലിന്റെ കസിൻ ബ്രദേഴ്സ് ആണെന്ന് തോന്നുന്നു. നേർവഴിക്ക് പറഞ്ഞ ഇവന്മാരൊന്നും കേൾക്കില്ല. ഇവന്മാരിത് എവിടെ പോയി തുളഞ്ഞതാ? നമുക്ക് പോകാം. ഓക്കെ, പോകാം. അതിനു മുമ്പ് ഒരു കോമഡി ഷോ കണ്ടിട്ട് പോകാം. ആ ട്രെയിനിൽ വന്ന ബോംബറില്ലേ, അവരിവിടേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അവരെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. Oh, very good performance. ഇത്രയും നേരമായിട്ട് അവൻ അകത്തിരുന്ന് എന്തെടുക്കുവാണ്? ഇവനെ ഞാൻ എന്തിനു വേണ്ടിയാണ് പറഞ്ഞയച്ചത്? എവിടെങ്കിലും ചെന്ന് കൂട്ടൂരി വെക്കാന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങുന്നു. എടാ ചെല്ല്, വേഗം ഇവിടുന്ന് ചെല്ല്. ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടലടാ, നിന്നെ വെറുതെ വിടടാ, ഞാൻ വക വരുത്തോടാ. ഹലോ, വേഗം വാ. നിങ്ങൾ രണ്ടാളും ചെന്ന് അവനെ പൊക്കിക്കൊണ്ടുവാ. അവനും കൊടുക്കും നമ്മളെയും കൊടുക്കുന്ന തോന്നുന്നത്. ഇവന്റെ കോട്ട് ഊരി എറിഞ്ഞേക്കാം. ഇടം മരമണ്ട, ഇവിടെ വെച്ച് കോട്ട് ഊരരുത്, അല്ലെങ്കിൽ ഹോട്ടലിന് പകരം നമ്മൾ ചെന്നാ പിന്നെ പോയി ചിതറിപ്പോവും. ഇതെന്ത് സൗണ്ടാ? വേഗം വണ്ടി ഓടിക്കും. ബോംബ് ബ്ലാസ്റ്റ് ആകാൻ 5 സെക്കൻഡ് ബാക്കിയുള്ളൂ. 5, 4, 3, 2, 1. അല്ല മുന്നാ ബോസേ, നമ്മളെങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു? ഹോട്ടൽ ബ്ലാസ്റ്റ് ആയില്ലേ? എന്റെ ഈ ഗതികേടൊന്ന് നോക്ക്. നീ കാരണം ഹോട്ടലല്ല, എന്റെ വാനാണ് ബ്ലാസ്റ്റ് ആയി പോയത്. ഇവനന്ന് നമ്മുടെ കൂടെ ട്രെയിനിൽ വന്ന ചെക്കനല്ലേ? ഇവനെ റെസ്റ്റ് റൂമിൽ നിന്ന് എങ്ങനെയാ കാണാതെ പോയെന്ന് കണ്ടെത്തണമല്ലോ. റോക്കി, എന്റെ കൂടെ വാ. എടാ പിള്ളേരെ, അവിടെ ഒന്ന് നിക്ക്.
അകത്തേക്ക് വരുന്നുണ്ട്. ഓ, ഓ, ഓ. ഇങ്ങനെയൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. അവര് 4 പേരും ഈ ലിഫ്റ്റിൽ കയറുന്ന ഞാൻ കണ്ടതാണല്ലോ. എന്നിട്ട് പെട്ടെന്ന് എല്ലാരും എങ്ങോട്ടാ കാണാതെ പോയത്? റോക്കി, റോക്കി! എന്താ മമ്മേ? എടാ റോക്കി, നിനക്ക് ആ ട്രെയിനിൽ നമ്മുടെ കൂടെ വന്ന ചെക്കനെ ഓർമ്മയുണ്ടോ? അവനും അവന്റെ കൂട്ടുകാരും കൂടെ ഈ ലിഫ്റ്റിനകത്ത് കയറുന്നത് നമ്മൾ കണ്ടതല്ലേ. പക്ഷെ ലിഫ്റ്റ് തുറന്നു നോക്കിയപ്പോ ഇതിനകത്ത് ആരുമില്ല. ആ പിള്ളേരെ കാണുമ്പോ എന്റെ മനസ്സിൽ എന്തോ സംശയമുണ്ട്. എന്താ മമ്മേ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി കാണും. അവര് സൈഡിലുള്ള ലിഫ്റ്റിലായിരിക്കും പോയിരിക്കുന്നത്. കൺഫ്യൂഷനോ? അതും 2 പ്രാവശ്യമോ? ഞാനത് സമ്മതിക്കുകയില്ല. തീർച്ചയായിട്ടും ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അടിപൊളി, എന്തൊരു ഭംഗിയല്ലേ. മുത്തശ്ശൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് എത്ര സുന്ദരമായ സ്ഥലമായി ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അതിമനോഹരമായ കാഴ്ച. ഇനി ഞാൻ ഈ സ്ഥലം വിട്ട് എങ്ങോട്ട് വരാൻ പോകുന്നില്ല. മുത്തശ്ശൻ നേരത്തെ പറഞ്ഞിരുന്നു ഹോട്ടലിലേക്ക് ചെന്ന ശേഷം ജോങ്ങളെ മീറ്റ് ആയിരുന്നു. അല്ല, ഇതേത് നമ്പറാ? വെറും 41. ഹലോ ഹലോ അങ്കിൾ, ഞാൻ രുദ്ര സംസാരിക്കുന്നേ. ഓ യെസ് രുദ്ര, ഐ നോ. ഞാൻ എത്ര നേരമായി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയാമോ? എന്റെ റൂമിലേക്ക് വാ, നമുക്ക് മീറ്റ് ചെയ്യാം. അങ്കിൾ, നിങ്ങളെ ഞങ്ങളുടെ റൂമിലേക്ക് ക്ഷണിക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു കം. പക്ഷേ നിങ്ങളുടെ മാജിക് ഫ്ലോറിൽ ഞാൻ എങ്ങനെ വരാൻ പറ്റും? അങ്കിൾ, നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. നിങ്ങളുടെ റൂമിലെ സീലിംഗ് ഒന്ന് നോക്കിയേ. ഹലോ കുട്ടികളെ, ഇത് കൊള്ളാലോ. ഈ റൂം എന്റെ ടോട്ടൽ ഹോട്ടലിനേക്കാളും വളരെ ബ്യൂട്ടിഫുൾ ആണ്. കുട്ടികളെ, ക്വസ്റ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങളല്ല, ശരിക്കും പറഞ്ഞാൽ ഞാനാണ്. അവസാനം നിങ്ങൾ എന്നെ ഗസ്റ്റാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് വളരെ ആഡംബരമായിട്ട് മന്ത്രി അദ്ദേഹം ബുള്ളറ്റ് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാരെല്ലാവരും വളരെ സന്തോഷത്തോടെ ട്രെയിൻ യാത്രയിൽ പങ്കെടുത്തു. പക്ഷേ ട്രെയിൻ സീലിംഗിൽ എത്തിച്ചേർന്നതും അല്പസമയത്തേക്ക് ഭയങ്കര പ്രശ്നമുണ്ടായി. ട്രെയിനിന്റെ ട്രാക്ക് പെട്ടെന്ന് തകർന്ന് കടലിലേക്ക് വീണു. ആ ട്രെയിനും കടലിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്നൊരു വലിയ അത്ഭുതം സംഭവിച്ചു. ട്രെയിനിന്റെ ട്രാക്ക് വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് വന്ന് വീണ്ടും ഘടിപ്പിച്ചു. ട്രെയിൻ സുരക്ഷിതമായി അവിടം കടന്നു പോവുകയും ചെയ്തു. അപകടങ്ങൾ സംഭവിച്ചതായി വാർത്തയില്ല. എല്ലാം കൃത്യസമയത്ത് ശരിയാവുകയും ചെയ്തു. പക്ഷേ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ട്രെയിനിനെ രക്ഷിച്ചത് ആരായിരിക്കും? രുദ്ര, ഇത് നീ ചെയ്ത പണിയല്ലേ? നിങ്ങളും ബുള്ളറ്റ് ട്രെയിനിൽ പോയതല്ലേ? അതെ ജോ അങ്കിൾ, എനിക്കത് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ടോട്ടൽ ട്രെയിനും കടലിനുള്ളിൽ പോയേനെ. വെള്ളം കൊണ്ടുണ്ടായ ഒരു മനുഷ്യനെ ഞാൻ അവിടെ വെച്ച് കണ്ടു. അയാളെ കണ്ടപ്പോ ഒരു ഈജിപ്ഷ്യൻ മമ്മിയെ പോലെ ഉണ്ടായിരുന്നു. അയാളാണ് ട്രെയിൻ കടലിൽ തള്ളിയിടാൻ നോക്കിയത്. ഞാൻ അയാളുമായി ഫൈറ്റ് ചെയ്തു. ഈജിപ്ഷ്യൻ മമ്മിയുടെ ഷേപ്പ് കണ്ടെന്നോ? ഒരു പക്ഷെ അയാള് ജീവനോടെ വന്നു കാണുമോ? അങ്കിൾ, നിങ്ങൾ ഇപ്പൊ ആരെ കുറിച്ചാ സംസാരിക്കുന്നേ? നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട രുദ്ര. ഒരു കാര്യം മാത്രം നീ ഓർത്താൽ മതി. നീ മുംബൈയിലുള്ളവരെ മാജിക് കുറച്ച് യൂസ് ചെയ്യുന്ന നിർത്തിയേക്ക്. ആരെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് വലിയ പ്രശ്നമായി തീരും. ശരി, ഓക്കെ, നിങ്ങളെല്ലാവരും കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിങ്ങളെല്ലാവരും നല്ല ടയർഡായിരിക്കും തോന്നുന്നു. Nice to meet you, uncle. ഞാൻ വിചാരിച്ചതുപോലെ ഫുള്ളായിട്ട് ഞാൻ പവർഫുൾ ആകാത്തത് വരെ നമുക്ക് രാത്രി മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ. വരൂ. അവിടെ ഒരാൾ വരുന്നുണ്ട്. ഞാൻ ഇവനിൽ നിന്ന് തുടങ്ങാൻ പോവാ. നിക്കടാ അവിടെ, എന്റെ അടുത്തേക്ക് വാ. എന്താ സാറേ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഏത് ടൈപ്പ് കോസ്റ്റ്യൂമോ ഇപ്പൊ അണിഞ്ഞിരിക്കുന്നത്? ഈ അർദ്ധരാത്രി സമയത്ത് നീ എന്തെങ്കിലും നാടകം കളിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണോ? എന്ത് നാടകമോ? നീ എന്റെ ഈ കണ്ണുകളിലേക്ക് നല്ലോണം നോക്ക്. ഞാൻ എന്തിനാ നോക്കുന്നത്? ഞാൻ എന്റെ ഇഷ്ടത്തിനാ ചെയ്യുന്നത്. താനിത് എന്ത് ഡ്രസ്സോടെ ഇട്ടിരിക്കുന്നത്? ഞാൻ പോവാ. ടാറ്റാ, ബൈ ബൈ.
നിങ്ങൾ എന്താ ഇങ്ങനെ പമ്പരം പോലെ കിടന്ന് കിടങ്ങുന്നത്? ആശാനെ നിൽക്കൂ. ആശാനെ നിങ്ങൾ എവിടെയുള്ളത്? ആശാനെ ആശാനെ പോവല്ലേ ആശാനെ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മനുഷ്യൻ നമ്മളെ കണ്ട് പേടിച്ചു പോലുമില്ല. ബോസ്, മുംബൈയിൽ ആരും ഞങ്ങളെ പോലെ മമ്മിയെ കണ്ട് പേടിക്കാറില്ല. അവരുടെ സ്വന്തം മമ്മിയെ കണ്ടാ പേടിക്കാറ്. ഇവിടെയുള്ള മനുഷ്യർക്ക് ഭൂതം മമ്മിയൊന്നും വിശ്വാസം ഇല്ലെന്നേ. ആരും എന്നെ കണ്ടിട്ട് പേടിച്ചില്ല എന്ന് പറഞ്ഞാൽ, ആരും എന്റെ കണ്ണിൽ നോക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ അവരുടെ പവേഴ്സ് വലിച്ചെടുക്കുന്നത്? ഐഡിയ. ഇനി എല്ലാവരും തേടി വന്ന് എന്റെ കണ്ണുകളിലേക്ക് നോക്കും. അങ്ങനെ എല്ലാവരും സറണ്ടർ ആവും. മ്യൂസിക്. അല്ലേ, ഇതെന്ത് ശബ്ദമാ? അവിടെ എന്തോ ഒരു ഷോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാ വാ, നമുക്ക് ചെന്ന് നോക്കാം. ആരെങ്കിലും ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടോ? എന്തോ കോൺസെർട്ട് ആണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. താങ്ക് യു. സോ എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഈ ഡാൻസ് ഷോ? വീണ്ടും ഒരു സർപ്രൈസിന് നിങ്ങൾ എല്ലാവരും റെഡിയാകൂ. ഇങ്ങോട്ട് നോക്കൂ. വരൂ, എന്റെ അടുത്തേക്ക് വരൂ. മനുഷ്യരുടെ ശക്തിയെല്ലാം എന്റെ അടുത്തേക്ക് വരട്ടെ, എന്റെ അകത്തേക്ക് വരട്ടെ. Watch India's largest kids library only on Jio Hotstar. Download the app now.